നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ഇവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് ഉള്ളത്. ഈ യാതൊരു തരത്തിലുള്ള ഈ നമ്മളെ ഈ ലൈറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്ലാഷ് ഉൾപ്പെടെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് മൊത്തം ഇരുണ്ട് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ മുന്നിലൂടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് സൈനിക വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. ഒരു കാരണവശാലും ഈ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ താമസിക്കുന്നവർക്ക് അവർ പുറത്തിറങ്ങരുത്, അവരുടെ ഈ ആൾക്കാരെ പുറത്തേക്ക് ഇറക്കരുത് എന്ന് നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. ഈ ബാലഗോപാൽ, അവിടുത്തെ എല്ലാവരും ഹോട്ടലുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അതാതിടങ്ങളിൽ തുടരുകയാണോ? റോഡുകളിൽ പൂർണ്ണമായും ഗതാഗതമൊക്കെ നിരോധിക്കപ്പെട്ടിട്ടില്ലേ? ഈ റോഡിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി ഞാൻ ജഗദീഷിനോട് പറയാം. ഈ റോഡിലെ ദൃശ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ പുറത്തേക്ക് വരുന്നത് ഈ സൈനിക വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ സൈന്യത്തിന് സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്നിവ മാത്രമാണ് പുറത്തേക്ക് ഉള്ളത്. വല്ലപ്പോഴും മാത്രം, അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ കാറുകളും മറ്റും പോകുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു വീടുകളിൽ പോലും അവിടെ എപ്പോഴാണ് സൈറൺ മുഴങ്ങിയത്? 3 തവണ മുഴങ്ങി ആളുകൾ ആ ജാഗ്രതയിലേക്ക് പോകുന്ന സ്ഥിതിയായിരുന്നു. കൃത്യം ഏത് സമയത്തായിരുന്നു സൈറൺ കേട്ടത്? ഏതാണ്ട് ഒരു 15 മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ഈ സൈറൻ കേട്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി, അതായത് അതിർത്തിയിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് ഇപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. കാരണം നേരത്തെ ആ വെടിവെപ്പിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമായിരുന്നു. നമ്മൾ ഏതാണ്ട് നിയന്ത്രണ രേഖയ്ക്ക് വളരെ സമീപത്ത്, അതായത് 4-5 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അതിനുശേഷം, അതായത് ഈ വെടിവെപ്പുകൾക്ക് ശേഷമാണ് വെടിവെപ്പ് ശബ്ദം കേട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈറനും മറ്റും കേട്ടത്. ജമ്മുവിലെ എല്ലാ മേഖലകളിലും നിലവിൽ ബാലഗോപാലാണ് ഗ്രൗണ്ട് സീറോ റിപ്പോർട്ട് നൽകുന്നത്.